സ്വാഗതം. ഇന്ന് നമ്മളിതേ കഴിഞ്ഞ ദിവസം വാരിക്കൊണ്ടുവന്ന കക്കയാണ് കേട്ടോ. കക്കയുടെ തൊണ്ടാണ് ഇത്. അപ്പൊ ഇതുകൊണ്ടൊരു കിടലായിട്ട് ഉണ്ടാക്കാൻ പോവാണ് ഇപ്പൊ. ഇപ്പം നമ്മുടെ കക്കാട തോട്, അതായത് ഇത്തിളെന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഈ സംഭവം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ കക്കാത്തോടിനെ എന്തൊക്കെയാണ് പറയണമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം എനിക്കറിയാവില്ല ഏതൊക്കെ നാട്ടിൽ എന്തൊക്കെ പേരുണ്ടെന്ന്. ഏതായാലും നമ്മളിപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ പാത്രം ഇങ്ങനെ കമത്തി വെക്കുവാണേ. കമത്തി വെച്ചിട്ട് നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്ത് ഇതിന് പൊട്ടിക്കണമൊന്നും ഇല്ല കേട്ടോ. ഇതുമേലേക്ക് ഒട്ടിക്കണ്ട. നമുക്ക് വെള്ളം നനച്ചിട്ട് ന്യൂസ് പേപ്പർ വെള്ളത്തിൽ നനച്ചിട്ട് ഇങ്ങനെ വെക്കാൻ പോവാണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ ഈ പേപ്പർ മാറ്റാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് പശ ഇടാത്തത്. പശ ഇട്ടാൽ പിന്നെ പൊങ്ങിപ്പോരില്ലല്ലോ. ഏതായാലും ഇങ്ങനെ നമുക്ക് ഈ കംപ്ലീറ്റ് ഇങ്ങനെ ചുറ്റിച്ച് വെക്കാം കേട്ടോ. ചുറ്റിച്ചല്ല, ഇങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാവേ. നീളത്തിലിരിക്കട്ടെ. നമ്മുടെ പാത്രം നല്ല കംപ്ലീറ്റ് കവറായിട്ടുണ്ട് കേട്ടോ. പാത്രം നമുക്ക് ഇനി ഉപയോഗിക്കാനുള്ള, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചേക്കണത്. അപ്പം ഇനി ഏതായാലും നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് കക്കൊട്ടിക്കാൻ പോവുകയാണ്. ഇതേ അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഇത്തിളി ഈ പാത്രത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മളിവ തമ്മിൽ ഇങ്ങനെ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പം ഇഷ്ടമുള്ളവർ എന്തെങ്കിലും പാറ്റേണിൽ ഒട്ടിക്കണം കേട്ടോ. അപ്പോഴേക്ക് ഇത്തിരി കൂടി എടുപ്പ് വരണതേ. അപ്പം നമ്മളിപ്പോൾ ഈ 3 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ പോവുകയാണേ. ഈ ഇത്തിളി നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഫെവിക്കോളിൻ്റെ വുഡ് ഫിൽ എന്ന് പറയുന്ന ഒരു ഗ്ലൂ ആണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ആദ്യം ഇടുക. അതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ ചോക്ക് പൊടി ഇത്തിരി ഇടണം. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുവേ. നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോക്ക് പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ സെൻറ്ററിൽ ഒരു പൂ പോലെ ആക്കി കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഇത്തിലെ. അപ്പോൾ അതേ അടുത്ത് നമ്മൾ വെച്ച് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇത്തിരി ചോക്കോടി ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് നിൽക്കേണ്ട സ്ഥലത്ത് മാത്രം ഇട്ട് കൊടുക്കാവേ. നല്ല നന്നായിട്ട് ഒട്ടി നിൽക്കുള്ളൂ. ഈ വൃത്തികേടായിട്ടൊക്കെ കിടക്കണൊക്കെ നമുക്ക് ഊതിക്കളയാം കേട്ടോ. നമ്മൾ ഗ്ലൂ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഊതിക്കളയാം. ഇപ്പം നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഒട്ടിച്ചൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അപ്പം ശരിക്കും ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ചോക്ക് പൊടി ഇങ്ങനെ എല്ലായിടത്തും വിതറി കിടപ്പുണ്ടേ. അപ്പോൾ ഏതായാലും അത് നമുക്ക് ലാസ്റ്റ് ഊതിക്കളയാം. അപ്പോൾ ഈ ഗ്ലൂ ഉള്ള സ്ഥലത്ത് മാത്രമേ പിന്നെ ചോക്ക് പൊടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വൃത്തികിടക്ക മാറി കിട്ടും കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ ഇത്തിരി വൃത്തികിടക്ക തോന്നണുണ്ട്. നമ്മളിപ്പോൾ ഇതേ ഒട്ടിച്ചൊട്ടിച്ച് ഏകദേശമൊക്കെ ആ ബേസ് കഴിഞ്ഞേട്ടാ. ഇനിയിപ്പം ബൗളാക്കാൻ പോവുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തിളിൻ്റെ ഇല്ലേ, നമ്മളിപ്പോൾ കക്ക വാരി എടുത്തുകൊണ്ട് വരുമ്പോൾ കക്ക നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇത്തിളും എല്ലാവരും ഒക്കെ കഴിക്കാറുണ്ട്. നമ്മളെല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം ഇത് നമ്മുടെ മെഡിസിൻ്റെ ബേസ് പൗഡറായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഇത്തിൾ പൗഡർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട് ഈ സംഭവം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാബ്ലറ്റ് മാത്രമല്ല, നമ്മുടെ ചോക്ക് പൊടി, ഇതേ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചോക്ക് പൊടി കുമ്മായം ഒക്കെ നമ്മുടെ ഈ പൗഡർ തന്നെ ഉണ്ട്. ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര കാൽസ്യമാണിത്. നമുക്കിത് ഇപ്പോൾ ഒട്ടിച്ചൊട്ടിച്ച് ഇപ്പം ഞാനിപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തേ. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒട്ടിച്ച് എന്തിനായിരുന്നു അറിയോ? നമ്മുടെ കപ്പില്ലേ, ചായ കുടിക്കാനുള്ള നമ്മൾ ചിരട്ടയുടെ കപ്പ് ഉണ്ടാക്കിയിരുന്നില്ലേ? അപ്പോൾ ആ കപ്പിന് നമ്മൾ ഈ പരിപാടി തന്നെ ചെയ്തത്. അപ്പോൾ ചിരട്ടപ്പൊടിയായിരുന്നു, ഇപ്പോഴത്തെ ചോക്ക് പൊടിയായി. നമുക്ക് ഏതായാലും കംപ്ലീറ്റ് ഒട്ടിച്ചിട്ട് ബാക്കി കാണിക്കാം. ഇതിനു മുമ്പ് നമുക്ക് ഈ ഇത്തിളിൻ്റെ ഒരു പ്രയോജനം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സിലോപ്പി കുളത്തിലില്ലേ മീനുകളെല്ലാം ഒരു ദിവസം ചത്തു പൊങ്ങുമായിരുന്നേ. അപ്പം ആ സമയത്ത് നമുക്ക് നീറ്റ് കക്ക, അതായത് ഇത്തിളിൻ്റെ തന്നെ ഈ നീറ്റ് എടുക്കണം, ആ നീറ്റ് കക്ക എന്ന് പറയണം കേട്ടോ. അപ്പം ഈ നീറ്റ് കക്ക കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ വെള്ളത്തിടുമ്പോൾ തന്നെ ഇല്ല ഇതിങ്ങനെ തിളച്ച് പൊങ്ങും കേട്ടോ. ആ തിളച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ തെളിവെള്ളം വരും. അപ്പോൾ ആ തെളിവെള്ളം കൊണ്ട് നമ്മുടെ കുളത്തിൽ ഈ സിലോപ്പി കുളത്തിൽ ഇട്ട് കൊടുത്തപ്പോഴേക്കും ഇല്ലേ ജലത്തിൻ്റെ ആ pH കറക്റ്റായി. pH ഇങ്ങനെ കുറഞ്ഞു പോയതാണ് സംഭവിച്ചത്. അപ്പോൾ pH കറക്റ്റ് ആയപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള മീനുകളെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടാ. അപ്പോൾ അത്രയ്ക്ക് പ്രയോജനമാണ് ഈ സംഭവം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രയോജനങ്ങൾ ഓർത്തപ്പോഴാണ് ഈ സംഭവം ഓർത്തത്. എന്തായാലും ബാക്കിയും കൂടി ഒട്ടിക്കട്ടെ. ആദ്യം ഞാൻ പറഞ്ഞേച്ചില്ലേ ഗ്ലൂ ഇട്ടിട്ട് പൊടി ഇടാനല്ലായിരുന്നു ആ ചോക്ക് പൗഡർ. പക്ഷേ ഇല്ല, അത് അങ്ങനെ ഇടുന്നേക്കാൻ നല്ലതില്ലേ. ഇങ്ങനെ ആദ്യം ചോക്ക് പൗഡർ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഗ്ലൂ ഇട്ട് കൊടുക്കുന്നതാണ് എളുപ്പം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒട്ടിയിരിക്കുവേ.
ഗൈസ് ദേ നമ്മുടെ കംപ്ലീറ്റ് ഇത്തിളും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ അടത്തിയെടുക്കണം. അപ്പോൾ ഭയങ്കര ഒരാകാംക്ഷ തോന്നുന്നുണ്ട് അടത്തിയെടുക്കാനായിട്ട്. ഏതായാലും ഞാൻ നടത്തി നോക്കട്ടെ. ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിയാനായിട്ട്. ഇത് നമുക്കിത് അടത്തി നോക്കാം. ഇതെങ്ങനെ അടത്തുമോ നോക്കട്ടെ. പേപ്പർ ഉള്ള കാരണം പെട്ടെന്ന് പോരുമായിരിക്കും. ഇച്ചിരി പാടാണ് കേട്ടോ പോരാനായിട്ട്. ഇല്ല ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് പോരുമെന്ന്. അത് സൈഡിൽ മാത്രമേ ഇത്തിരി ഇല്ലേ ഇങ്ങനെ പേപ്പർ മാറി ഇരുന്നേച്ചുകൊണ്ട് ഇത്തിരി ടൈറ്റ് ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഏതായാലും അത് പോകുന്നു. അതായത് നമുക്കിനി പേപ്പർ ഇങ്ങനെ അഴിച്ചെടുക്കാവേ. നല്ല രസം തോന്നുന്നുണ്ടല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് കംപ്ലീറ്റ് പേപ്പർ ഇങ്ങനെ അടത്തി എടുക്കാവേ. നനഞ്ഞിരിക്കണ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പോരും. കീറുതേ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാ പോരണം കേട്ടോ. ഇതേ നല്ല രസം അതിനുള്ളിൽ കാണാനായിട്ട്. നമ്മുടെ ഈ ബൗളിൻ്റെ അകത്തുനിന്ന് കംപ്ലീറ്റ് പേപ്പർ ഞാൻ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചൊക്കെ നിൽപ്പുണ്ട് പേപ്പർ. അതും പിന്നെ അത് ഇവിടെ കുറച്ച് ചോക്ക് പൗഡിയും ഉണ്ട് കേട്ടോ. അതും നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഇതിനിടയ്ക്ക് ഇത്തിരി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടില്ലേ ഇടയ്ക്ക് ഓരോ ബട്ടർഫ്ലൈസിനൊക്കെ വെച്ച് ഒരു ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാം. ഇപ്പം ഞാൻ ബട്ടർഫ്ലൈ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ നമ്മുടെ ഈ ഇത്തിൽ തന്നെ ഇങ്ങനെ ഒരുമിച്ചുള്ളത് എടുക്കണം. എന്നിട്ട് ഇതേ ഇങ്ങനെ ഒരു വയർ എടുത്തിട്ട് ഇതിങ്ങനെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുകയാണേ. കേബിളിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്കിത് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചെടുക്കാവേ. നമ്മൾ ഏറ്റവും വലിയ ഇത്തിൽ നോക്കി എടുക്കണേ. എന്നിട്ട് ദേ അതിനകത്തേക്ക് കുറച്ച് ചോക്ക് പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ദേ ഇപ്പോൾ ഒരു കഷ്ണം കേബിൾ വെട്ടിയെടുത്തതാണ് കേട്ടോ. ഇതിങ്ങനെ അതിൻ്റെ ഒരു ഷേപ്പൊക്കെ വരാൻ വേണ്ടിയാണ്, ബട്ടർഫ്ലൈയുടെ ഒരു ഷേപ്പൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേ നമ്മൾ ഇനി ഇതിനകത്ത് ഗ്ലൂ ഇട്ട് കൊടുക്കണം. ഇതേ നമ്മുടെ ബട്ടർഫ്ലൈക്ക് കൊമ്പ് പിടിപ്പിക്കാൻ പോവുകയാണേ. നമ്മൾ ഗ്ലൂ ഗൺ എടുത്തിട്ട് ഇങ്ങനെ ഗ്ലൂ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വലിച്ച് കുറച്ച് വെച്ചിട്ട് ഒന്ന് ഊതി അതൊന്ന് ഉണക്കിയിട്ട് വേണം കേട്ടോ ഇതങ്ങോട്ട് വിടിയിച്ചെടുക്കാനേ. ഒരു സെക്കൻഡ് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ വേണേ കട്ട് ചെയ്തെടുക്കാനേ. നമ്മൾ ഗ്ലൂ ഇട്ട് ഈ ബട്ടർഫ്ലൈനെ ഇവിടെ ഫിക്സ് ചെയ്യുവാണ്. ഇതേ അപ്പം നമ്മുടെ ഇത്തിൾ കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടാ ആ കൂട്ടത്തിൽ ഇതേ ബട്ടർഫ്ലൈ ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഇതേ നമ്മളൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ. ഇത്തിരി ആ പൊടിയൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലാക്ക് കളറിലെ പെയിന്റ് അടിക്കാൻ പോവുകയാണ് ഈ ഇത്തിളിന് കംപ്ലീറ്റ് ആയിട്ടേ. അപ്പോൾ അതെ ഞാൻ ബ്ലാക്ക് കളറിലെ പെയിന്റ് എടുത്ത് വെച്ചിരിക്കുവാണ് കേട്ടോ. ഇതേ ഇപ്പം നമ്മൾ പെയിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അതേ നോക്കിയേ. നല്ല ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ബാക്കിലും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വൈറ്റ് കളറൊക്കെ വന്നിട്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ശരിക്കും ഇല്ലേ ഇത്തിളിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു വൈറ്റ് ആണ് ഈ ഉള്ളിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി, ഒരു തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ ബട്ടർഫ്ലൈക്ക് ഇങ്ങനെ പറന്നു വന്നിരിക്കുന്ന പോലെ തോന്നും. ഈ ബട്ടർഫ്ലൈക്ക് ഇല്ലേ ഇങ്ങനെ കളർ അടിക്കേണ്ടതായിരുന്നു, പെയിന്റ് അടിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ ഇത്തിളിൻ്റെ കളർ കണ്ട ഈ ഒരു പ്രത്യേകതരം ഭംഗിയുള്ളൊരു കളർ. അപ്പോൾ അത് വന്നപ്പോൾ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെയിന്റ് അടിക്കായിരുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാനുള്ള വീഡിയോയിൽ എങ്ങനെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. ഏതായാലും ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാവേ. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം തന്നെ ചെറുപഴം എടുക്കുവാണേ. ഇത് നല്ല മഞ്ഞ കളറൊക്കെ ഇരിക്കട്ടെ. ചെറുപഴം വെച്ച് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് 2 ആപ്പിൾ വയ്ക്കാവേ. ഒരു റെഡ് കളറും അപ്പോൾ നല്ലൊരു എടുപ്പൊക്കെ വരണുണ്ട്. പിന്നെ അതായത് നമുക്ക് കുറച്ച് പ്ലം എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലമ്മും വെച്ചിട്ടുണ്ട്. ഈ പ്ലം വരുമ്പോൾ നല്ല കളർഫുള്ളാണ്. ഇതല്ല ഡാർക്ക് കളർ. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൂസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് പച്ചയാണ്. എൻ്റെ അമ്മ പച്ചയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിൻ്റെ പരിപാടിയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ശരിക്കും ഇതിനകത്ത് ഫ്രൂട്ട്സും കൂടി വന്നപ്പോഴേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ നമ്മുടെ ബട്ടർഫ്ലൈസ് ഒക്കെ വന്നിട്ടില്ലേ ഈ ഫ്രൂട്ട്സിൻ്റെ പുറത്തിരിക്കുന്ന പോലെ ഒരു ഫീലും കൂടി തോന്നാനായിട്ട്. ഏതായാലും പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ, ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ സംഭവം ഏതായാലും വെടിക്കെട്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോക്സിയും കൂടി എടുത്തിരുന്നെങ്കിൽ ഇത്രയും കൂടി ക്വാളിറ്റി ഉണ്ടായാനേ. ഇതിപ്പോൾ ജസ്റ്റ് ഷോയ്ക്ക് വെക്കാനേ പറ്റുള്ളേ. എന്നാലും സംഭവം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇനി ഇതിലും നല്ലൊരു വെടിച്ചിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ എൽസ ജമി സൈനിങ് ഔട്ട്.